ക്രിസ്മസ് വെക്കേഷനായിട്ട് എവിടേക്കും പോയില്ല എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് രാവിലെ കൊണ്ടുവരാനായിട്ട് വന്നത് കേട്ടോ. ഉണ്ണിയോടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീടായിട്ട് അധികം ദൂരമില്ലാത്ത കാരണം വേഗം തന്നെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി കയറി വന്നിട്ടുള്ള സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത്. പിന്നെ ഡാൻസും ബഹളമായിരുന്നു. കുറേ നേരം ഞാൻ നോക്കിയിരുന്നു കേട്ടോ അവർ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട്. സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മക്കളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പണികളും ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. മക്കളിങ്ങനെ ഡാൻസ് കളിക്കണമൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കാം. അപ്പം നമുക്ക് വേറെ പണികളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ കുറേ നേരം അതും നോക്കിയിരുന്നു. പിന്നെ ദേ വിശന്നപ്പോൾ അമ്മ എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തരായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് ചിക്കനും ചപ്പാത്തി ആയിരുന്നു കേട്ടോ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം അമ്മ എനിക്ക് അടുത്തത് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതേ ക്രീം കേക്ക് ആയിരുന്നു കേട്ടോ. കേക്ക് ഇന്നലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു പീസ് അമ്മ കൊണ്ടുവന്ന് തന്നു. ഞാനും ഉണ്ണിയോളും കൂടിയിട്ട് അങ്ങനെ കഴിച്ചു. വെറുതെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് അടിക്കാനായിട്ട് എന്താ ഭാഗ്യം. പിള്ളേരെ നോക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടണ ചില സന്ദർഭങ്ങളാണ് ഈ വക കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചൊക്കെ ഇരുന്നു. അതിന് ശേഷം ഉച്ചയായപ്പോൾ അമ്മ അടുത്ത ഫുഡ് എനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അടുത്ത ഫുഡ് ചേച്ചിയുടെ വക സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ചിക്കൻ കറിയും അച്ചാറും പപ്പടവും അമ്മ കുറച്ച് സാലഡൊക്കെ കഴിച്ച് അങ്ങനെ തന്നിട്ടാ. അപ്പം സുഖമായിട്ട് ഞാനത് കുഴാന്ന് കുഴച്ച് ഞാനത് മുഴുവൻ കഴിച്ചു കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങളാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ ഞാൻ പരമാവധി മുതലെടുക്കാറുണ്ട്. ചേച്ചിയുടെ വകയായിരുന്നു ബിരിയാണി കേട്ടോ. ബിരിയാണി ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേച്ചി നല്ല സൂപ്പറായിട്ട് ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വേഗം തന്നെ കഴിച്ച് തീർത്തു കേട്ടോ. പിന്നെ ഉച്ച തിരിഞ്ഞപ്പോൾ അമ്മ ഉണ്ണിയോളൊക്കെ കുളിപ്പിച്ച് അതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം മുറ്റത്തെ മാലബൾബൊക്കെ ഇട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അമ്മയുടെ വകയാണ് ഈ ഡെക്കറേഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മുറ്റത്ത് മാലബൾബൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. അതിന് ശേഷം അമ്മ ഒരു കുഞ്ഞ് പുൽക്കൂടൊക്കെ ഉണ്ണിയോൾക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മക്കൾ ഹാപ്പി ആയതുപോലെ തന്നെ ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടാ. അപ്പോൾ ഓക്കെ, ബൈ.